ബൗദ്ധികമായ അധിനിവേശവും ബുദ്ധിപരമായ അധിനിവേശവും. ഈ ബുദ്ധിപരമായ അധിനിവേശത്തിന് വേണ്ടിയായിരുന്നു ഇവിടെയുള്ള മനുഷ്യരെ ജാതികളാക്കി തിരിച്ചത്. ഏറ്റവും മേലെ ബ്രാഹ്മണന്മാരാണ്. അവരാണ് ഈ സമൂഹത്തിൽ നിന്ന് വേദങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും, എന്താണ് വേദങ്ങളെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അവരിൽ നിന്ന് വ്യത്യസ്തമായി, ബ്രാഹ്മണന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വേദമില്ല, അവർ പറയുന്നതാണ് അവസാന വാക്ക് എന്ന നിലയിൽ വേദങ്ങളെ, ആളുകളുടെ ആചാര അനുഷ്ഠാനങ്ങളെ നിശ്ചയിക്കുന്ന വേദങ്ങളെ ബ്രാഹ്മണർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിച്ചേർന്നു. രണ്ടാമത്തേത്, പിന്നെ ജനങ്ങളുടെ മേൽ ബുദ്ധിപരമായി ജനങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യം ശാരീരികമായ അധികാരമാണ്, ഭൗതികമായ അധികാരമാണ്. ആ ഭൗതികമായ അധികാരം ലഭിക്കാൻ രണ്ടാമതായി രാജ്യം ഭരിക്കേണ്ടത് ആര് മാത്രമാണ്? ക്ഷത്രിയന്മാർ മാത്രമാണ്. അവർക്കാണ് രാജ്യം ഭരിക്കുവാനും രാജാക്കന്മാരാകുവാനുമുള്ള അധികാരം എന്ന നിലയിൽ നിയമവും വ്യവസ്ഥയും കൊണ്ടുവരികയും ഈ രാജ്യത്തെ ദ്രാവിഡന്മാര്, ഇന്ന് നമ്മൾ ആദിവാസികൾ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഗിരിവർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്ന, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, അതല്ലെങ്കിൽ ഹരിജനങ്ങളെന്നോ ദലിതുകളെന്നോ ഒക്കെ വിലയിരുത്തപ്പെടുന്ന ഈ സമൂഹം, അവർ ഇന്ത്യയിലെ ആദിമ നിവാസികളാണ്. ഈ ആദിമനിവാസികൾ എന്തുകൊണ്ട് പുറകോട്ട് പോയി? യഥാർത്ഥത്തിൽ ആര്യ ഭീകരതയുടെ പരിണിത ഫലമായിരുന്നു ഈ ആളുകൾക്ക് സംഭവിച്ച അപജയം എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. റോമിള താപ്പറ പോലെയുള്ള ചരിത്ര രംഗത്ത് വിസ്മയം സൃഷ്ടിച്ച പ്രതിഭകൾ ആ കാര്യം വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു കാലത്തും ഇന്നും എന്നും ഫാസിസം ഇതിനെ എതിർക്കുന്നുവെങ്കിലും ആര്യ അധിനിവേശം എന്നത് ഒരുതരം കള്ളക്കഥയാണ് എന്ന നിലയിൽ ഫാസിസം വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഫാസിസ്റ്റുകൾ അംഗീകരിക്കുന്ന ചരിത്രകാരന്മാർ, അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, തിലകനെ പോലെയുള്ള ആളുകൾ വരെ ഈ ആര്യന്മാരുടെ കടന്നുവരവിനെ അംഗീകരിക്കുകയും അതൊരു ചരിത്ര സത്യമാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുമുതൽ ഇന്ത്യ രാജ്യത്ത് എന്നും ഈ ഒരു അടിച്ചമർത്തലും ഭീകരപ്രവർത്തനങ്ങളും നടന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ആര്യന്മാരുടെ കടന്നുകയറ്റത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന ദുരിതങ്ങൾ അവസാനിക്കുന്നത് 1500കളിൽ ബാബർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതോടു കൂടിയാണ്. ബാബർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും മുഗള സാമ്രാജ്യത്തിന് രൂപം കൊടുക്കുകയും ഇന്ത്യ രാജ്യത്തിന്റെ ഭൂരിഭാഗവും മുഗളന്മാരുടെ കീഴിലാവുകയും ചെയ്തതോടുകൂടി അവിടെ പിന്നെ മുസ്ലിം രാജാക്കന്മാരായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ ഇസ്ലാം ഉണ്ടായിരുന്നുവെന്നോ ഇസ്ലാമിക ഭരണമാണ് ഈ മുഗള ചക്രവർത്തിമാർ നടപ്പിലാക്കിയത് എന്നോ ഒന്നുമുള്ള അവകാശവാദമല്ല. മറിച്ച് മുസ്ലിം രാജാക്കന്മാരാണ് എന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജാതി ചിന്ത ഒട്ടുമുണ്ടായിരുന്നില്ല. ജാതിയുടെ പേരിലോ അതല്ലെങ്കിൽ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിലോ ഏതെങ്കിലും ആളുകളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് മുഗള രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ വിവിധ ആളുകൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരാനും ആര്യ അധിനിവേശത്തോടുകൂടി വനാന്തരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടിരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു ഈ ഒരു മുഗള ഭരണത്തോടു കൂടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ആട്ടിയോടിച്ച ആളുകളെ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നവരെന്ന നിലയിൽ ആര്യ ജനവിഭാഗത്തിന്, ആര്യ ഫാസിസത്തിന് എന്നും മുസ്ലിങ്ങളോട് ശത്രുതയുണ്ടായിരുന്നു. മുസ്ലിങ്ങളോട് ആര്യന്മാർക്കുള്ള ശത്രുതയുടെ അടിസ്ഥാനപരമായ കാരണം അതാണ്. ഇന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഹിന്ദു ഭീകരത അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരത അല്ലെങ്കിൽ ഇസ്ലാം ഭീകരത എന്ന് വിലയിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ രണ്ട് പദപ്രയോഗങ്ങളും തെറ്റാണ്. ഇസ്ലാം ഭീകരത എന്നത് എന്തുകൊണ്ട് തെറ്റാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും. ഇസ്ലാമും ഭീകരതയുമായി ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇസ്ലാം ഭീകരത എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഹിന്ദു മതവും ഭീകരതയും തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ ഭീകരത എന്നതിനേക്കാൾ ഈ ഫാസിസ്റ്റ് ഭീകരത അല്ലെങ്കിൽ ആര്യ ഭീകരത എന്നതാണ് അതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ പദപ്രയോഗം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ആര്യ ഭീകരത മുഗളന്മാരുടെ മുഗളന്മാരുടെ കടന്നുവരവോടുകൂടി ഇവർ പിന്നോക്കം പോവുകയാണ്. പിന്നീട് അവർക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുന്നത് ചരിത്രത്തിലെ ഈ മുന്നോട്ട് പോകലുകളും പിന്നോട്ട് പോകലുകളുമാണ് യഥാർത്ഥത്തിൽ ഭീകരതയുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കേണ്ടത്. ഈ ആര്യന്മാർക്ക് പിന്നീട് മുന്നോട്ടേക്ക് വരാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടിയാണ്.
ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് എതിർക്കേണ്ടിയിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം രാജാക്കന്മാരെയാണ്. അപ്പൊ ഈ മുസ്ലിം രാജാക്കന്മാരെ എതിർത്തു തോൽപ്പിക്കാൻ അവർ കരുക്കളായി സ്വീകരിച്ചത് ആര്യന്മാരെയാണ്. അങ്ങനെ ഈ ആര്യന്മാരെ ഉപയോഗപ്പെടുത്തുകയും ഇവിടെയുള്ള മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ശത്രുത വിതക്കുകയും, നമുക്കൊക്കെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തത്വം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വർഗീയത വിതക്കുകയും ചെയ്തു. അവിടെ മുതൽ ആരംഭിക്കുന്ന ഈ ശത്രുത എല്ലാ കാലത്തും മുസ്ലിങ്ങൾക്കെതിരെ ഈ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷമായ ആര്യ വർഗ ഫാസിസം വെച്ച് പുലർത്തിയത് നമുക്ക് കാണാൻ കഴിയും. അത് മുസ്ലിങ്ങളോട് മാത്രമല്ല, മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട, അതല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ മതത്തിന് നേരെ ഇസ്ലാം എന്ന് എഴുതുന്ന അല്ലെങ്കിൽ മുസ്ലിം എന്ന് എഴുതുന്ന ആളുകൾക്കെതിരെ മാത്രമല്ല. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് നടന്ന വിവിധ തരത്തിലുള്ള കലാപങ്ങളും സംഘർഷങ്ങളും, അതോടൊപ്പം സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടി ഇന്ത്യ വിഭജിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു സുവർണാവസരമായിരുന്നു ഈ ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനം. അവരത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്ര വസ്തുതയാണ്, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് ആ 14-ാം തീയതി അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്ന മഹാത്മാഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്ന് കൽക്കത്തയിലെ നവഖാലിയിൽ ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കെതിരെ നടന്ന അതിരൂക്ഷമായ കലാപം, സ്വാതന്ത്ര്യം ലഭിച്ച് 60 വർഷത്തിലധികം കഴിഞ്ഞിട്ടും ഈ നവഖാലിയിലെ കലാപത്തിൽ കാണാതായ, സർവവും നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചുള്ള ഒരു വിവരവും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ അരികിലില്ല എന്നതാണ് വസ്തുത. അന്ന് ഗാന്ധിജി അവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ ജനങ്ങളെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് ആശ്വാസം നൽകുവാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അന്ന് ഗാന്ധി ഉണ്ടായിരുന്നു. അതിന്റെ തിക്തഫലമായിരുന്നു തന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഗാന്ധിജിക്ക് ഇടയാകേണ്ടി വന്നത്. അഥവാ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഗാന്ധിജി പ്രത്യേകമായ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നതല്ലാതെ മറ്റൊരു കാരണവും ഗോഡ്സേക്ക് ഗാന്ധിജിയെ വധിക്കാനുണ്ടായിരുന്നില്ല. ഈ ഗാന്ധിജിയുടെ വധത്തിൽ തുടങ്ങി അവസാനിക്കുന്നതെല്ലാം ഫാസിസത്തിന്റെ ഈ ശത്രുത. മറിച്ച് ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ മോഹൻ ഭഗവത്, ഈ മോഹൻ ഭഗവതിനെയും അതേപോലെ RSSന്റെ തലമുതിർന്ന നേതാവായ ഇന്ദ്രയേഷ് കുമാറിനെയും വധിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഇന്ത്യ രാജ്യത്ത് നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള പേരായ ശ്രീകാന്ത് പുരോഹിത്, അദ്ദേഹം മറ്റൊരു പട്ടാള ഓഫീസറായ രമേശ് ഉപാധ്യായയിൽ നിന്ന് 10 ലക്ഷം രൂപ കൈക്കൂലിയായി സ്വീകരിക്കുകയാണ്. എന്തിനാണ്? മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുള്ള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ കണ്ടുപിടുത്തത്തിൽ വളരെ സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തം ഇതായിരുന്നു. RSS നേതാവായ മോഹൻ ഭഗവതിനെയും അതേപോലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവായ ഇന്ദ്രയേഷ് കുമാറിനെയും വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് ആര്? ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ല, അതല്ലെങ്കിൽ RSSനോട് രാഷ്ട്രീയ വിരോധമുള്ള, അതല്ലെങ്കിൽ ഹിന്ദു മതത്തോട് വിരോധമുള്ള, അതല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരതയോട് വിരോധമുള്ള ഏതെങ്കിലും സംഘടനകളല്ല. മറിച്ച് ഹിന്ദുത്വത്തിന്റെ അഭിമാനം കെട്ടിപ്പടുക്കുവാൻ, ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനം വീണ്ടെടുക്കുവാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന അഭിനവ് ഭാരതി എന്ന സംഘടനയുടെ തലവൻ ആ സംഘടനയുടെ മറ്റൊരു പ്രവർത്തകനിൽ നിന്ന് 10 ലക്ഷം രൂപ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടി? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ക്യാൻസർ ആണെന്ന് വിശ്വസിക്കുകയും അത് ചികിത്സിക്കുകയല്ല ഉന്മൂലനം ചെയ്യുകയാണ് നമ്മുടെ ആവശ്യം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഗോൾവാൾക്കറുടെ ചിന്താഗതി അംഗീകരിക്കുന്ന RSSന്റെ നേതാക്കന്മാരെ വധിക്കാനാണ്. അഥവാ ഫാസിസത്തിന് ശത്രുത മുസ്ലിങ്ങളോട് മാത്രമല്ല, മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നവരോടുമുണ്ട് എന്ന്. 1948 സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ 47-ലെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള കലാപം മുതൽ ഈ ഒരു അവസ്ഥ വരെയുള്ള ഫാസിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എണ്ണിയാലൊടുങ്ങാത്ത